നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് 3-phased അൺബാലൻസ്ഡ് സർക്യൂട്ട്. ഓക്കെ, ബാലൻസ് സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ ഡെഫിനിഷനിൽ കണ്ടായിരുന്നു. ഈസ് എ സർക്യൂട്ട് വെയർ ദ ലോഡ്സ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഈക്വൽ അല്ലെങ്കിൽ സെയിം പവർ ഫാക്ടർ. ഓക്കെ, സോ സെയിം പവർ ഫാക്ടറും സെയിം മാഗ്നിറ്റ്യൂഡും ഉള്ള സർക്യൂട്ട്സിനെയാണ്, അല്ലെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡുമുള്ള ലോഡ്സ് നമ്മുടെ 3 ആംസിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബാലൻസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ വെൻ ദ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്സ് വേരി. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ZPH കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡ്സിൻ്റെ ZPH വാല്യൂ വേരി ചെയ്യുവാണെങ്കിൽ that means that is an unbalanced circuit. So unbalanced circuit കാരണം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ന്യൂട്രൽ ഷിഫ്റ്റിംഗ്. അതായത് അൺബാലൻസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് ഓരോ ആമിൽ കൂടി പോകുന്ന ഓരോ ലോഡിൽ കൂടി പോകുന്ന വോൾട്ടേജ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് വേരി ആകും. ആസ് എ റിസൾട്ട് എന്ത് പറ്റും? ന്യൂട്രലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ആസ് എ റിസൾട്ട് ന്യൂട്രൽ വിൽ ഷിഫ്റ്റ് ഫ്രം 0 ടു അനദർ പോയിന്റ്. അതിനെയാണ് ന്യൂട്രൽ ഷിഫ്റ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺബാലൻസ്ഡ് ലോഡ്സിൻ്റെ കേസിൽ നമുക്ക് ഡെൽറ്റ കണക്റ്റഡും ഉണ്ട്, സ്റ്റാർ കണക്റ്റഡും ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് 3 കേസസ്. ഫസ്റ്റ് വൺ ഇസ് അൺബാലൻസ്ഡ് ഡെൽറ്റ connected load. That is okay. This is IR. This is IY and this is IB. So നമ്മൾക്ക് എപ്പോഴും അൺബാലൻസ്ഡ് സർക്യൂട്ടിൽ വാട്ട് ഈസ് ദ സീക്വൻസ് എന്നറിയണം. സോ ഹിയർ ദ ഫേസ് സീക്വൻസ് ഇസ് RYB. സോ ഫേസ് സീക്വൻസ് ഏതാണെന്ന് അറിയണം. സോ IR, IY ആൻഡ് IB. ഓക്കെ, ഇവിടെ നമുക്ക് ZRY ഉണ്ട്, ഇവിടെ നമുക്ക് ZYB ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് ZBR ഉണ്ട്. ഓക്കെ, സോ ഇത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്, വെയർ ലോഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് PF. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ എങ്ങനെ സർക്യൂട്ട് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. So here this is IR, this is IY and IB. അപ്പം അതിങ്ങനെ ഫ്ലോ ചെയ്യുമ്പം ഒരു ഫേസ് ഡിഫറൻസ് ഉള്ള 3 ലോഡ്സ് കണക്ട് ചെയ്യുവാണ്. സോ ഈ ഒരു ആമിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. സോ ഇതിലമ്മഴി പോകുന്ന കറണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സോ ലെറ്റ് ദിസ് കറണ്ട് ബി IBR. Okay, let this current be IRY and let this current be IYB. Okay, so ഈ ആംസിലൂടെയുള്ള കറണ്ട് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. നോ ഡെൽറ്റ കണക്റ്റഡ് ആയതുകൊണ്ട് ഡെൽറ്റ കണക്റ്റഡിൻ്റെ എന്താണ്? VL is equal to VPH ആയിരിക്കും. ഓക്കെ, സോ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് വോൾട്ടേജാണ്? RYBയുടെ എക്രോസ്, ആറിനും വൈക്കും ലൈനിന് ഇടയ്ക്കുള്ള വോൾട്ടേജ്, വൈക്കും ബിയുടെയും ലൈനിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ്, ആറിൻ്റെയും ബിയുടെയും ലൈനിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. ആൻഡ് ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേസിലുള്ള വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ്. സോ ഡെൽറ്റ കണക്ഷനിൽ ഇത് രണ്ടും സെയിം ആണ്. ഹെൻസ് നമുക്ക് എഴുതാം
ഇവിടെ എല്ലാം പവർ ഫാക്ടർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് we can write VRY, phase voltages. Let VRY will be V phase at an angle of 0 degree, VYB at an angle of minus 120 degree, and VBR at an angle of V phase at an angle of plus 120 degree. Okay, നിങ്ങൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. സോ ഇറ്റ് ഈസ് 120 ഡിഗ്രി. എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് 120 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, സോ 1 വിൽ ബി മൈനസ് 120 ആൻഡ് 1 വിൽ ബി പ്ലസ് 120 അല്ലെങ്കിൽ മൈനസ് 240, ഏത് വേണമെങ്കിലും എടുക്കാം. മൈനസ് 240 എന്ന് പറയുന്നത് ഈക്വൽ ടു പ്ലസ് 120 ആണ്. സോ ദിസ് ഈസ് VRY, VYB ആൻഡ് VBR. ഓക്കെ, സോ നമ്മൾ ഫേസ് ഡിഫറൻസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് ഇസ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തരുന്നത് എപ്പോഴും ഫേസ് കറണ്ട് കണ്ടുപിടിക്കുക, ലൈൻ കറണ്ട് കണ്ടുപിടിക്കുക, പവേഴ്സ്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് ടോട്ടൽ KVA, അപ്പാരൻറ്റ് പവർ. ഇത് മൂന്നും കണ്ടുപിടിക്കാനായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ തരുന്നത്. ഇനി സ്റ്റാർ ആണെങ്കിൽ ന്യൂട്രൽ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. സോ എന്താണ് നമുക്ക് വേണ്ടത്? ഈ കറണ്ട് IBR. ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസിൽ കൂടെ പോകുന്ന കറണ്ട്. IBR, IRY ആൻഡ് IYB, അതാണ് ഫേസ് കറണ്ട്സ്. സോ ഫേസ് കറണ്ട്സ് ഏതൊക്കെയാണ്? IRY, IYB ആൻഡ് IBR. ഓക്കെ, ആൻഡ് ലൈൻ കറണ്ട്സ് ഏതൊക്കെയാണ്? IR, IY ആൻഡ് IB. ഈ മൂന്നെണ്ണമാണ് ഫേസ് കറണ്ട്സും ലൈൻ കറണ്ട്സും. സോ ഫേസ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും VRY ബൈ ZRY, VYB ബൈ ZYB ആൻഡ് VBR ബൈ ZBR. സോ ഇങ്ങനെയാണ്, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് V/Z എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഫേസ് കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഇനി IR, IY ആൻഡ് IB. സോ അത് നമ്മൾ നോഡൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. IRും IBRും എൻറ്റർ ചെയ്യുകയാണ് ഈ നോഡിലേക്ക്, ഇത് ലീവ് ചെയ്യുകയാണ്. സോ IR പ്ലസ് IBR ഈസ് ഈക്വൽ ടു IRY എന്ന് നമുക്ക് എഴുതാം. IR പ്ലസ് IBR ഈസ് ഈക്വൽ ടു IRY എന്ന് നമുക്ക് എഴുതാമല്ലോ. സോ IR എന്താണ്? IRY മൈനസ് IBR. സോ IRY മൈനസ് IBR. ഇവിടെ നമുക്ക് ഫേസ് കറണ്ട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ IRY മൈനസ് IBR ചെയ്യുന്നതായിരിക്കും IR. ദെൻ IY എന്ന് പറഞ്ഞാൽ എന്താണ്? IYB മൈനസ് IRY. IYB മൈനസ് IRY. IB എന്ന് പറഞ്ഞാലോ? IB എന്ന് പറയുന്നത് IBR മൈനസ് IYB. ഓക്കെ, സോ ഇതാണ് ലൈൻ കറണ്ട്സ് കണ്ടുപിടിക്കുന്നത് ഉള്ള ഇക്വേഷൻ യൂസിങ് Kirchhoff's current law and phase currents using Ohm's law. Okay, and this is what we are assuming. നമുക്ക് VL തന്നിട്ടുണ്ടായിരിക്കും. ഡെൽറ്റ കണക്റ്റഡിൽ VL is equal to V phase ആയിരിക്കും. സോ ഇതിനെക്രോസും ഉള്ള വോൾട്ടേജിൻ്റെ ഫേസ് സെയിം ഫേസ് വോൾട്ടേജ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്, ബട്ട് ദേ വിൽ ഡിഫർ ഇൻ എന്താണ്? ആംഗിൾ. ഓക്കെ, അതാണ് അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡിൻ്റെ സൊല്യൂഷൻ കാണാനുള്ളത്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ലൈൻ കറൻറ്റ്സ് IR, IY, IB മൂന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, നമുക്ക് 3 ഫേസിലും 3 പവേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത് മൂന്നും മാറുന്നതുകൊണ്ട് തന്നെ 3 ഫേസിലും 3 കറൻറ്റ്സ് ആയിരിക്കും വരുന്നത്. സോ ഓരോന്നിനെ സിംഗിൾ ഫേസിൻ്റെ പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഓക്കെ, സിംഗിൾ ഫേസിൻ്റെ പോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് പി ഈസ് ഈക്വൽ ടു വി എൽ ഐ എൽ കോസ് ഫൈ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ പി ആർ. അത് തന്നെയായിരിക്കും പി വൈ, പി ബി. ഇതുപോലെ മൂന്നെണ്ണത്തിനും ഐ എൽ വേറെ ആയിരിക്കും. സോ അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു പി ആർ പ്ലസ് പി വൈ പ്ലസ് പി ബി ഇങ്ങനെ സം ചെയ്യുക. റിയാക്റ്റീവ് പവർ വി എൽ ഐ എൽ സൈൻ ഫൈ ആയിരിക്കും. സോ നമ്മൾ ഈച്ച് ഫേസിന് കണ്ടുപിടിക്കുക, അതും സമ്മേഷൻ ചെയ്യുക. അതാണ് പവറിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം ഫോർ അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്. അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് നമുക്ക് കാണാം? അൺബാലൻസ്ഡ് 4 വയർ കണക്റ്റഡും ഉണ്ട്, 3 വയർ കണക്റ്റഡും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ 4 വയർ കണക്റ്റഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്. Okay, so ZA okay, ZR, ZY and ZB. Okay, so R, Y, B ആണ് എൻ്റെ ഫേസ് സീക്വൻസ്. സോ എപ്പോഴും ഫേസ് സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്തിട്ടേ നിങ്ങൾ അത് എഴുതാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ് സീക്വൻസ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. Okay, IR, IY and IB. And since we have a neutral, we have IN. ന്യൂട്രലിൻ്റെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. സ്റ്റാർ ആയതുകൊണ്ട് എന്ത് നമുക്ക് പറയാം? വി എൽ ഇസ് ഈക്വൽ ടു √3 ടൈംസ് വി പി എച്ച്. ഓക്കെ, now what is VPH and VL here? നമ്മൾ പറഞ്ഞു ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് തമ്മിലുള്ളതാണ്. അതായത് ആറിനും വൈക്കും അക്രോസ് ഉള്ള വോൾട്ടേജ്, വൈക്കും ബിക്കും അക്രോസ് ഉള്ള വോൾട്ടേജ്, ആറിനും ബിക്കും അക്രോസ് ഉള്ള വോൾട്ടേജ്. ദാറ്റ് ഈസ് ലൈൻ വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് ഹിയർ ഈസ് ഈ ഒരു പോയിന്റിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്. ദാറ്റ് ഈസ് ആറിനും എന്നിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്, ബിക്കും എന്നിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്, വൈക്കും എന്നിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്. ദാറ്റ് ഈസ് ഫേസ് വോൾട്ടേജ്. സോ ഇത് രണ്ടും ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ലോഡ്സ്, ഡിഫറൻസ് ഇൻ ദ ലോഡ്സ്. ഓക്കെ, ആൻഡ് ഐ പി എച്ച് ഈസ് ഈക്വൽ ടു ഐ എൽ. ഓക്കെ, സോ ഇതായിരിക്കും ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആർ, ഐ വൈ ആൻഡ് ഐ ബി. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെറ്റ് നമുക്ക് വി എൽ അറിയാമെങ്കിൽ വി പി എച്ച് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. വി എൽ ബൈ √3. ദെൻ വി വിൽ ഇത് ചെയ്യും. വി ആർ എൻ ഈസ് ഈക്വൽ ടു വി പി എച്ച് അറ്റ് എൻ ആംഗിൾ 0 ഡിഗ്രി. വി വൈ എൻ ഈസ് ഈക്വൽ ടു വി പി എച്ച് at an angle minus 120 degree, and Bn is equal to Vph at an angle plus 120 degree അല്ലെങ്കിൽ minus 240 degree. Then ഇവിടെ നിന്ന് IR is equal to VRN by ZR, IY is equal to VYN by ZY, IB is equal to VBN by ZB. So this is line current. So line current is equal to phase current. അതുകൊണ്ട് ഇത് ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. Now ഇവിടെ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂട്രൽ കറണ്ട്? ആൻഡ് ദ ന്യൂട്രൽ കറണ്ട് ഈസ് ഈക്വൽ ടു IR പ്ലസ് IY പ്ലസ് IB. ഓക്കെ, സോ ഇതാണ് ന്യൂട്രൽ കറണ്ട്. സോ IRും IYയും IBയും കണ്ടുപിടിച്ചാൽ അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ ബാലൻസ് ലോഡ് ദിസ് ന്യൂട്രൽ കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. അത് നിങ്ങൾ ഓർത്തിരിക്കുക. Now the next one is unbalanced 3-wire star connected load. Okay, unbalanced 3-wire star connected load. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കോയിലുണ്ട്,
ഓക്കെ. സോ ഹിയർ നമ്മുടെ ന്യൂട്രലും എന്താണ് ഇവിടുത്തെ ഈ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി ഒ. ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ യാതൊരു ഇൻ്റർ കണക്ഷനുമില്ല. ബട്ട് ഇവിടുത്തെ ലോഡ്സ് ഡിഫറെൻ്റ് ആണ്, ZR, ZB ആൻഡ് ZY. ഓക്കെ. ആസ് എ റിസൾട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഒയ്ക്കും എന്നിനും ഇടയ്ക്ക് ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് എ വോൾട്ടേജ് ബിറ്റ്വീൻ സപ്ലൈ ന്യൂട്രൽ ആസ് വെൽ ആസ് ലോഡ് ന്യൂട്രൽ. ഓക്കെ. ലോഡ് ന്യൂട്രൽ പോയിൻറ്റും സപ്ലൈ ന്യൂട്രൽ പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. സോ ലോഡ് ഫേസ് വോൾട്ടേജ്, ലോഡിനകത്തുള്ള ഫേസ് വോൾട്ടേജ് വിൽ നോട്ട് ബി ഈക്വൽ ആസ് ദ എന്താണ് സപ്ലൈയിലുള്ള ഫേസ് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കത്തില്ല. മീൻസ് എന്താണ്, നമുക്ക് ലോഡിൻ്റെ എന്താണ് ന്യൂട്രൽ പോയിൻറ്റും അതുപോലെ തന്നെ സപ്ലൈയുടെ ന്യൂട്രൽ പോയിൻറ്റും ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫേസ് വോൾട്ടേജ് ആയിരിക്കത്തില്ല, ഇവിടെയുള്ള ഫേസ് വോൾട്ടേജ് ആയിരിക്കത്തില്ല ഇവിടുത്തേത്, ഇവിടെ ഉള്ളതായിരിക്കത്തില്ല ഇവിടുത്തേത്, ഇവിടെ ഉള്ളതായിരിക്കത്തില്ല ഇവിടുത്തേത്. ഓക്കെ. സോ ആസ് എ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. എന്ത് ചെയ്യും, സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ബാക്കി ഡെൽറ്റയുടെ മെത്തേഡിൽ ഫോളോ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മിൽമാൻസ് തിയറം. ഓക്കെ. സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കാം, ഇവിടെ ഒരു ഡെൽറ്റ വരുവാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ZBR. സോ ZBR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ZR പ്ലസ് ZB പ്ലസ് ZR ZB divided by opposite value ZY. Okay. So similarly ഇവിടെ വരുന്നത് ZR into ZY, ZR plus ZY plus ZR ZY by ZB. ഓക്കെ. സോ ആ ഒരു ഫോമിലേക്ക് നിങ്ങൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡെൽറ്റയിൽ സോൾവ് ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് മിൽമാൻസ് തിയറം. മിൽമാൻസ് തിയറം എന്താണെന്ന് വെച്ചാൽ ഈ VNO വോൾട്ടേജ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഒരു എക്സിസ്റ്റിംഗ് വോൾട്ടേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞു, ആ വോൾട്ടേജ് കണ്ടുപിടിക്കുക. VNO എന്ന് പറയുന്നത് ഇത് നമ്മുടെ R ആണല്ലോ, ഇത് നമ്മുടെ Y ആണ്, ആൻഡ് ഇത് നമ്മുടെ Y ആണ്. ഓക്കെ. സോ VRO ഇൻറ്റു YR. YR എന്ന് പറഞ്ഞാൽ എന്താണ്, 1/ZR ആണ് YR. ഓക്കെ. പ്ലസ് VYO ഇൻറ്റു YY. ഓക്കെ. പ്ലസ് VBO ഇൻറ്റു YB ഡിവൈഡഡ് ബൈ YR പ്ലസ് YY പ്ലസ് YB. ഇത് മൂന്നും കൂടെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇതിന് അക്രോസ് ഉള്ള ന്യൂട്രൽ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, VRN കണ്ടുപിടിക്കണം. ഓക്കെ. സോ VRN വിൽ ബി ഈക്വൽ ടു VRO മൈനസ് VNO. VYN is equal to VYO minus VNO. And VBN is equal to VBO minus VN. ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് വോൾട്ടേജ് ഓഫ് ലോഡ് കിട്ടും. ഫേസ് വോൾട്ടേജ് ഓഫ് ലോഡ് കിട്ടും. ഓക്കെ. സോ ഫേസ് വോൾട്ടേജ് ഓഫ് ലോഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് കറണ്ട് കണ്ടുപിടിക്കാം. IR is equal to VRN by ZR. IY is equal to VYN by ZY. And IB is equal to VBN by ZB. Okay. So
ഈ ഒരു മെത്തേഡ്സിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർ കണക്റ്റഡ് ആയതുകൊണ്ട് വി എൽ ഇസ് ഈക്വൽ ടു √3 വി പി എച്ച് ആൻഡ് ഐ എൽ ഇസ് ഈക്വൽ ടു ഐ പി എച്ച് ആണ്. ബട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ലോഡിൻ്റെ വോൾട്ടേജ്, ഓക്കെ, അത് ഡ്യൂ ടു എ വോൾട്ടേജ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദീസ് ടു, അത് തന്നെ ആയിരിക്കത്തില്ല ഇവിടുത്തെ ഫേസ് വോൾട്ടേജ്. സോ നമ്മൾക്ക് ലെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എടുത്തത് നമുക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഈ വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് ഫേസ് വോൾട്ടേജ് ഓഫ് ലോഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഫേസ് കറണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ദീസ് ആർ മെത്തേഡ്സ്. ആദ്യം ഇത് കാണുക, മനസ്സിലാക്കുക, then go to problems and solve. Okay, see you in the next video with the problems. Bye.